നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചാച്ചപ്പാ നമ്മുടെ പതിവും എടുത്ത ഇതെന്നാ നമ്പര് മുതലാളി വണ്ടിക്കകത്ത്? ഓ ഒന്നും പറയണ്ടാവേ, കുറച്ച് റോബസ്റ്റ് അപ്പോഴോ ഓറഞ്ചോ ഒക്കെയാ. നമ്മുടെ ലൂയിസ് അച്ചാന്റെ ബംഗ്ലാവിലോട്ടാ. ഇതെന്നാ മുതലാളി അറേബ്യൻ മരുഭൂമിയിലേക്ക് മണലടിക്കുന്നു? അവിടെ ഇല്ലാത്തതൊന്നും അല്ലല്ലോ ഇത്. ഇതൊക്കെ ഒരു സന്തോഷമല്ലടാവേ. ചേട്ടാ ഇവിടെ കാണാൻ കൊള്ളുന്ന സ്ഥലങ്ങൾ എവിടേക്കാ? ഇവിടെ കാണാൻ കൊള്ളാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ എവിടുന്ന്? ടൗണിന്ന്. അതെന്നടാവേ, ടൗണിന് പേരില്ലായോ? തിരുവനന്തപുരത്തു നിന്നാണ്. കുറെ ദിവസം കാണും ഇവിടെ? തീരുമാനിച്ചില്ല. എന്നാ വേഗം തീരുമാനിച്ചോണം. ഈ സ്ഥലം അത്ര ശരിയല്ല. കേട്ടല്ലോ ചാച്ചപ്പാ? ഓ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. നമ്പടി മുതലാളി ഹൈറേഞ്ചിലെ പുലിയാ. പുലി എന്ന് പറയുമ്പോ പുലി തന്നെ. നീ ഇതെവിടെ പോയിരുന്നടാ? ഞാൻ ഒന്നും മുള്ളാൻ പോയതാ. പുള്ളി വലിയ കുഴപ്പക്കാരനല്ലേ? ഏയ് ഒരു സാധു. അതെ അതെ, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എത്ര ചേട്ടാ? 85. ശരി. ചാച്ചപ്പൻ ചേട്ടോ, യുവന്മാരുടെ വരവത്ര പന്തിയല്ലല്ലോ. അപ്പൊ ദൈവം ഉണ്ടെന്ന് ഉറപ്പായി. എന്താടാ? അല്ലെങ്കിൽ നമ്മളെവിടെ എത്തിക്കില്ലല്ലോ. നീ കാര്യം പറ. ആ വന്നുപോയ ആളെ എനിക്കറിയാം. അന്ന് സെബാന്റെ ഉപ്പാപ്പന്റെ കൂടെ ആദ്യം പൂജ അന്വേഷിക്കുന്ന ആളാ. ചിലപ്പോ അവരയാളുടെ കസ്റ്റഡി തന്നെ ഉണ്ടാവും. ചേട്ടത്തി, ചേട്ടത്തിയേ, ഇതൊക്കെ കൊണ്ട് എടുത്തു വെച്ചേ. കുറച്ച് പഴവും പച്ചക്കറിയും ഇറച്ചിയൊക്കെയാ. വിരുന്നുകാരൊക്കെ ഉള്ളല്ലയോ? അയ്യോ, അവര് ഇറച്ചി മീനൊന്നും കഴിക്കുന്നവരല്ല. ആ, എന്റെ ക്ലാരേച്ചി ഇങ്ങനെയൊക്കെ അല്ലയോ കഴിച്ചു വളരേണ്ടത്. നമുക്ക് കഴിപ്പിക്കാന്ന്. ചേട്ടത്തി ഇതെല്ലാം കൂടെ എടുത്ത് അകത്തോട്ട് വയ്ക്കേ. ആ, ഞാനേ ഇതൊന്ന് തൂത്തിട്ട് വരാം. ആ, ഇതാ ഓണത്തിനേലും വിട്. ചാച്ചപ്പന. ചാച്ചപ്പ പറ. ശരി ശരി, താൻ ഫോൺ വെച്ചോ. മുതലാളി എടുത്തോട്ടെ. ആ, അച്ഛനെ കൂടെ ഇല്ലായിരുന്നു. ഞാൻ ചുമ്മാ നടക്കാൻ പോയതാടേ. എന്നതാ പുതിയ ശീലങ്ങളൊക്കെ? പഴയ യൗവനം തിരിച്ചുപിടിക്കാനുള്ള പരിപാടിയാണോ? താനത് വിടറോ. താനെന്നാ ഈ നേരത്ത്? ഓ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നേ. എന്നതാ അവിടെ കൊതുണ്ടോ? അവിടെ കൊതുകൊന്നുമില്ല.
പക്ഷെ ചോര കുടിക്കാൻ വേറെ ആളിറങ്ങിയിട്ടുണ്ട്. ഹ, എന്നതാണോ ഇത്? ഒന്ന് തെളിച്ചു പറയും. അച്ചായ, കാലത്ത് ചാച്ചപ്പന്റെ കടയിൽ ചെന്നപ്പോഴേ അവിടെ പുറംനാട്ടിൽ നിന്ന് വന്ന കുറച്ച് കൊച്ചു പിള്ളേര് അവന്മാരെ കണ്ടപ്പോഴേ എനിക്കൊരു വശപ്പശക തോന്നിയതാ. പക്ഷെ ഞാൻ പോന്നു കഴിഞ്ഞിട്ട് അവന്മാരുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചെന്ന്. അത് ചുമ്മാ എന്റെ സൗന്ദര്യം കണ്ട് ചോദിച്ചായിരിക്കും. എന്റെ ചേ ഇതങ്ങനെ ചുമ്മാതുള്ള കേസൊന്നും അല്ല ചേ. അവന്മാരുടെ ആ വരവിന് പിന്നില് എന്തോ ലക്ഷ്യമുള്ള എന്റെ മനസ്സ് പറയുന്നു. മാങ്ങാത്തൊലി. എടോ, തനിക്ക് എന്നതോ കാര്യമായിട്ടുള്ള തകരാറുണ്ട്. വന്ന് തൊട്ടേനും പിടിച്ചതിന് എല്ലാം സംശയമാണല്ലോ. പോവാ, ഇനി എന്നതേലും അനിഷ്ടം നടന്നു കഴിയുമ്പോഴും അച്ഛൻ ഇങ്ങനെ തന്നെ പറയണം. മുതലാളി, എന്നതാണോ? ആ പിള്ളേരെ മുറിയിലെങ്ങും കാണാനില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമില്ല. അതും ഇതും തമ്മിൽ എന്നതാ ബന്ധം? അന്വേഷിച്ച് നോക്ക്, അപ്പൊ ബന്ധം കാണും. ഭാഗ്യം കൊണ്ട് അബോർഷൻ സംഭവിച്ചില്ല, പക്ഷെ സൂക്ഷിക്കണം. ഒന്നാമതേ ഈ ഏജിലുണ്ടായ പ്രഗ്നൻസിയാണ്. പോരാത്തതിന് വൈഫിന്റെ യൂട്രസ് വളരെ സെൻസിറ്റീവ് ആണ്. 1 മാസം കഴിയട്ടെ, നമുക്കൊരു സ്കാനിംഗ് കൂടി നടത്തി നോക്കാം. അപ്പൊ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ കുറച്ചുകൂടി ഡീപ്പായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടറെ, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം? നത്തിങ്. സാർ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. മെഡിക്കൽ സയൻസ് ഒരുപാട് വളർന്നില്ലേ, നമുക്ക് വേണ്ടത് ചെയ്യാം. എന്നാലും കുറച്ച് ഓവർ കെയർ ചെയ്യുന്നത് നല്ലതാ. വൈഫിന്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവണം. ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നും അവർക്ക് കൊടുക്കരുത്. പിന്നെ സമയത്ത് ഹെൽത്തി ആയ ഭക്ഷണം, മെഡിസിൻസ്, എക്സസൈസ്, മെഡിറ്റേഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് കുറിച്ചു തരാം. ഇന്ന് ഡിസ്ചാർജ് ആകുന്നു എന്നതിന്റെ അർത്ഥം നമ്മുടെ റിസ്ക് അവസാനിച്ചു എന്നല്ല. ബി കെയർഫുൾ സർ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഡോക്ടർ. പൂജ, പൂജ മോളെ. അതെ, പൂജ മോളെ, നീ അവിടെ നോക്ക്, ഞാൻ ഇങ്ങോട്ട് നോക്കാം. അതെ പൂജ മോളെ. അതെ മോനെ. പൂജേ, പൂജേ. മോളെ, മോളെ മോളെ പൂജേ, കാണുന്നില്ലല്ലോ. അതെ, എവിടെ പോയി? രണ്ടിനെയും കാണാനില്ലല്ലോ. നീ എവിടെ പോയി പണ്ടാരടെ കിടക്കുന്ന? മോളെ മോളെ, മോളെ, പൂജ മോളെ. പൂജ മോളെ, എവിടെ പോയി കിടക്കും?